കുറച്ച് ദിവസത്തിന് ശേഷം നല്ല അടിപൊളി വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ തുണികളൊക്കെ കഴുകിയത് ഞാൻ വെയിലത്ത് വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുക്കിംഗ് ചേച്ചി വകയാണ് കേട്ടോ. ചേച്ചി ഇവിടെ നല്ല സൂപ്പർ ഇറച്ചിക്കറി വെച്ചോണ്ടിരിക്കണ്ട. അപ്പൊ മസാല ഇട്ടിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറച്ചിക്കറിയുടെ ഞങ്ങൾക്ക് ഡിമാൻഡ് ഇച്ചിരി കൂടുതലാ. ഇറച്ചിക്കറിയുടെ നിബന്ധനകളൊക്കെയാണ് പ്രശ്നങ്ങള്. പറയൂ. അമ്മയ്ക്ക് നന്നായിട്ട് വേണം. എനിക്ക് നല്ല എരിവ് വേണം. എനിക്ക് നല്ല എരിവ് വേണം. വിടൂര് ഉപ്പ് വേണം. ഇവർ എന്നോട് പറഞ്ഞത് അറിയാമോ, അമ്മയ്ക്ക് നന്നായിട്ട് വേണം അത് അമ്മ പറഞ്ഞു. സണ്ണിക്ക് എനിക്ക് നന്നായിട്ട് ഉപ്പ് വേണം, മുളക് നല്ല എരിവ് വേണം, പച്ചമുളക് കുറച്ച് കൂടുതൽ ഇടണം, പിന്നെ കളറ് നല്ല റെഡ് കളർ വേണം. ഞാൻ പറഞ്ഞു എനിക്ക് അതെല്ലാം ഇഷ്ടം. എനിക്ക് ആ ഒരു എരിവ് വേണം, പുളി വേണമെങ്കിൽ ഉണ്ടാവണം. പക്ഷെ ആ മസാലയുടെ ഒരു കളറില്ലേ, ഒരു ബ്രൗൺ കളർ, ഇങ്ങനത്തെ കളറ്, അങ്ങനത്തെ ഒരു കളർ വന്നാലും ഇറച്ചിക്കറി എന്നൊക്കെ തോന്നാം അല്ലെ. അതിനോട് റെഡ് കളർ വേണം. ഇനി പിന്നെ അമ്മ പറഞ്ഞത് കായയുടെ കപ്പയുടെ എന്തിട്ടാലും കുഴപ്പമില്ല, വേവണം. എനിക്ക് പല്ലില്ല, അതുകൊണ്ട് കടിക്കാൻ എളുപ്പത്തിന്. ഇനി അതൊന്നും കൂടാണ്ട് പറഞ്ഞത് വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ചോറ് ഇട്ടേ. അതിനകത്തിങ്ങനെ വെക്കുമ്പോ അവിടെ ഇരിക്കണം. പറച്ചില് മാത്രമല്ല ഉണ്ടാക്കുക. ഞാൻ ആലോചിക്കട്ടെ ഇതൊക്കെ. പിന്നെ നിങ്ങൾ പറഞ്ഞ പൊളിച്ചൊക്കെ അതിനകത്ത് വരുമെന്നൊന്നും എനിക്കറിയില്ല. കാപ്പിപ്പൊടി ഇട്ടുണ്ട് കളക്കി അടിപൊളി. കഴിയുമ്പോ വിളിക്കും. വൈകുന്നേരത്തിൽ നമുക്ക് ആലോചിക്കാം. നിങ്ങളിവിടെയൊക്കെ ഉണ്ടാവും. ചേച്ചി അവിടെ അടുക്കളയിൽ തകൃതിയായ കുക്കിങ്ങിലാണ്. അപ്പം ഞാൻ ദേ വേഗം ഓടി വന്ന് ഒരു സെർലാസ് ഉണ്ടാക്കാൻ കേട്ടോ. നല്ല നാടൻ പച്ചമുളകൊക്കെ ഇട്ടിട്ട് തൈരൊക്കെ ഒഴിച്ച് അങ്ങനെ സെർലാസും ഒക്കെ റെഡി. അപ്പോൾ ജാസ്മിയും ഉണ്ട് കൂടെ. അപ്പോൾ ചോറൊക്കെ കൊണ്ട് ഞങ്ങൾ ഇതേ മുകളിലേക്ക് പോവാണ്. അപ്പോൾ മുകളിലിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഇറച്ചിക്കറിയും സെർലാസും പിന്നെ ജാസ്മി വന്നപ്പോൾ ഇടിയഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കട്ടെ. ബൈ ബൈ.